ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അമൃതസദ്ഗുരുപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ സരസ്വതീ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര നമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രക്ഷസാന്തകം. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. ഓം ശ്രീരാമജയം. ഭഗവാനെ കൂടിയുണ്ടാവണേ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാവിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഇന്ന് കർക്കിടകം 29 ദിവസത്തെ പാരായണം. യുദ്ധകാന്ഡം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാവണൻ്റെ ഹോമവിഘ്നം എന്നുള്ള ടോപ്പിക്കാണ് നോക്കിയത്. അത് തുടരുകയാണ് ഇവിടെ ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാമരാവണ യുദ്ധം, അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. ഒരുപാട് പ്രസിദ്ധിയുള്ളതാണല്ലോ ആദിത്യസ്തുതി. വ്യോമമാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞുകൂടിയിടുകയിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോപമാശു കവികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിയിലേറി കടന്നങ്ങു രാവണ മന്ദിരം പുക്കുപുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരരോരുമിച്ചനാകുലം വാരണവാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു. തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാത്സരമനിജകര സംജ്ഞയ സൂചിച്ചിതോ ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിവെടുത്തങ്കദൻ. തത്ര ഗുഹയിലകം പുക്ക നേരത്തു നത്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയ
തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപ്പുണ്യജനാധിപനെ കണ്ടു. വാനരർ താഠിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു. ഗണ്ണിച്ചിതു ലഘുമേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താഠനം ചെയ്താനതു കൊണ്ടു സത്വരം. ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല. മനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്രസ്തനീവിയായി കഞ്ചൂകഹീനനായി വിത്രസ്തയായി വിലാപം തുടങ്ങിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിവെട്ട് പാരിയിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ ബലിയസി മാനസേ. ഹാ വിധി വൈഭവമെത്രയോ അദ്ഭുതം. അർദ്ധം പുരുഷനോ ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രീഞ്ചരേശ്വര പത്നിയെയുമയ ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവമിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം തെളിഞ്ഞിടുനി. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതോ കാരണം. ശോകഭയക്രോധലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജനങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം മകളെ കളക നീ. ജ്ഞാനസ്വരൂപനാമാത്മാപരനാദ്വയനാനന്ദപൂർണസ്വരൂപനലേഭകൻ. ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടനാത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം.
എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദിരം പുഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശോഭുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു ഭൂലോകവും മൂന്നടിയാലളന്നതും ക്ഷത്രിയരായി പിറന്നോരസൂരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢാജളപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിക്കാനനം വാഴുക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡ പരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടു തീർത്തു യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കുപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ വരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിടുവൻ. ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംക്രാമഭൂമിയുമുണ്ടൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുതിന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതുധാനാവലിയോടു രഘുത്തമൻ. അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയാതതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും
ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതോ. മേധുരന്മാരായി രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളിയും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ വേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിതാതവും വ്യോമമാർഗേൻ തുടരെ തുടരെ കേട്ട് ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികളാനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കട നായകന്മാരോട് അരുൾ ചെയ്തിരിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസ രാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശൂകുലം മുടിച്ചാനൊരു മൂഢൻ മഹാഭാവി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഗരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെന്നു തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ. മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ. സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടയ്ക്കയും. പാരം ഗുരുജന ദോഷവുമുണ്ടിവനാരെയുമില്ല കൃപയും ഒരിക്കലും. ഇൻമഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തംപുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹാധനനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും.
രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമാം വണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണവീരന് സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനും അതാ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതുകൊണ്ടവൻ തെറ്റെന്നു കാലപുരം ബുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ. തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും. പൂർമതത്തോടുമടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൊഴിയിൽ രാമനോ മൈന്ദ്രാസ്ത്രമേതു തടുത്തിതോ താമശാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരവസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായിതാശു കവികളും വാരണസൂകര കുക്കുട കോഷ്ടുക സാരമേയോരക സൈരിഭവായസ വാനര സിംഹരുരുവൃക കാക ഗൃദ്ധാനനമായി വരൂമാസുരാസ്ത്രാത്മകം. മുൽഗര ഭട്ടസ ശക്തി പരശ്വഥ ഗഡ്ഗ ശൂലപ്രാസ ബാണായുധങ്ങളും രൂക്ഷമായി വന്നു വരന്നതു കണ്ടള വാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളുമാദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറിഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രം ഏതൽപേതരായുധം കാണായിതന്തികേ. ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവ വീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ധണ്ണിച്ച നേരമാകണ്ണല വൈരിയും. ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവുത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞിതോ. സഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോട് തൽക്ഷണേ കേതു ഗണ്ണിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ. ഭൂതലേ ചാടി വീണാശു വേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു. ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ കൈകൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പൊക്കു ബാണങ്ങളെയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട്. നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തതാ. രക്ഷിക്കൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ
മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി വറിപ്പതിനാർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ. തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടനുൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാദരാൽ. ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊഴുവിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടി കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും. രാവണ നിഗ്രഹ സാധ്യമായിട്ടിവൻ കേവലമിപ്പോൾ അഭിമുഖനായിതു. രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദ്വീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരീച്ചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനോരായുധവാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോരഗചാരണ താപസരേവരും കണ്ടറിയണം മമ ബലം. ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനു ഉത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരീചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി. ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാധി മുഴുത്തു രഘുകുല നായകൻ. താരേയതാതനോടേവമരുൾ ചെയ്തു, ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലെ വാഴ്കയിൽ നല്ലതിനിക്കിനി. ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വെൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ. കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു മരുതു മനസ്സിനും. വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല. നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കും ഏതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച നീലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നൻ സുഷേണനും. മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കബീവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിടിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്ന് പാലിച്ചു കൊള്ളുക ജയത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ
രക്ഷോവരനോടെതിർത്താനതിദ്രുതം തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിടിനാൻ. പാരിൽ നിന്നിക്ഷാകു വംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാലതിയോടും ചൊന്നാൻ, മമസ്യന്നനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാലതീതാനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിടിനാൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരിലിതാശൂകരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്നിച്ചു മന്നവൻ തേരിലമ്മാറോതരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലമ്മാറൊന്നു നോക്കി ദശാനനൻ പേമഴ പെയ്ത പോലെ ശരങ്ങൾ തൂകിടിനാൻ. രാമനും ഗാന്ധർവ ശസ്ത്രമെയ്തിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാസനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ശരമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തട്ടിൽ നിൽക്കും വിധോ കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു കാലപുരത്തിനയപ്പേനിനി എന്ന് ശൂലം പ്രയോഗിച്ചിതാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞോർത്തുടൻ വൃത്രാരി തന്നെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനോടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാനന്നേരം. ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സുതനോടു ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ട് നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാനത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോടോടി ഒളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനി രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനകം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമന് സ്നേഹമുണ്ടായിട്ടുമല്ല മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചത്രേ. സാരഥീതാനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞധ രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്ത് ഇന്നിനി തേരെടുത്താശു കൂട്ടുക പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നോടു നാളെയോടെന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും ധരതിവേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും തങ്ങളിലേറ്റമണഞ്ഞു
പൊരുന്നളവങ്ങുമിങ്ങും നിറയുന്ന ശരങ്ങളാൽ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ളവർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെ എന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകരസന്നിഭൻ. വന്നിച്ചു നിന്നു രഘുകുലനാഥനാനെന്നമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നിതോ ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോമാപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. 29-ാം ദിവസത്തെ പാരായണം സമ്പൂർണം. ഓം ശ്രീരാമജയം. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ. ഭഗവാനെ, തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കണമേ. സർവം വിഷ്ണോർപ്പണമസ്തു. ആദിത്യസ്തുതി 30-ാം ദിവസത്തെ പാരായണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാത്തിരിക്കുക.